ഹലോ, ഞാൻ റിജി. റിജോസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഫിസിക്സിൽ, ജനറൽ സയൻസ് ഫിസിക്സിൽ ലെവൽ 4 എന്ന് പറഞ്ഞ ഭാഗമുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ. ലെവൽ 3 വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ലെവൽ 4 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. 25 ക്വസ്റ്റ്യൻ ഉണ്ട് ഈ വിഭാഗത്തിൽ. 25 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, ഈ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇപ്പം നമ്മൾ ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെങ്കിലും ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോ ആണെങ്കിലൊക്കെ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിലബസ് ആണ് നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് പറയാനൊന്നും ടൈമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് അങ്ങ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അപ്പം അതും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കണം, ഒരു കാരണവശാലും മറക്കരുത്. ഞാൻ ലാസ്റ്റ് ഭാഗത്തും കൂടി പറയും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ. അല്ലെങ്കിൽ നമ്മുടെ ടൈം കാര്യങ്ങൾ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ നിമിഷവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമുക്കിവിടെ പറയേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ജനറൽ സയൻസ് ഫിസിക്സിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 4. ലെവൽ 4 ഡയറക്ഷൻ. Direction in each of the following questions. A statement of assertion. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. Level 4 Direction. In each of the following questions, a statement of assertion A is given followed by corresponding reason R. Just below it, read the statement carefully and mark the correct answer. Direction in each of the following questions, a statement of assertion A is given followed by corresponding reason R. Just below it, read the statements carefully and mark the correct answer. A. If both A and R are true and R is the correct explanation of A. B. If both A and R are true but R is not the correct explanation of A. C. If A is true but R is false. D. If A and R are false. E. If A is false but R is true. A. If both A and R are true and R is the correct explanation of A. B. If both A and R are true but R is not the correct explanation of A. C. If A is true but R is false. D. If A and R are false. E. If A is false but R is true. ഇതിൽ ഒരു വെട്ട് പോലെ ഞാൻ ഇട്ടിട്ടുണ്ട് സിയിൽ. അത് എൻ്റെ ഭാഗം തെറ്റ് പറ്റിയതാണ്. അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. സി ഓപ്ഷൻ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സി എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 1ന്റെ ആൻസർ സി, 2ന്റെ ആൻസർ ഡി, 3ന്റെ ആൻസർ സി, 4ന്റെ ആൻസർ എ. ഇതൊക്കെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഈ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തേക്കുന്നത്. 1ന്റെ 2ന്റെ 3ന്റെ ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ്സ് A B C D E എന്നുള്ളത് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് 1 assertion A. When we stop cycling, the wheels of the cycle continue to rotate for some time. Reason R. Conservation of angular momentum takes place. ഇതിലെ ആൻസർ സി ആണ് വരുന്നത്. 1 C. സി എന്ന് വെച്ചാൽ ഇഫ്
A is true but R is false. Answer C. If A is true but R is false. അപ്പം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ സി. ഇഫ് എ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് ഫാൾസ്. ഈ ടു assertion. A, as the ice on earth poles is melting, the length of day is decreasing. Reason are T equal to pi equal root of acceleration by displacement. ഇതിലെ ആൻസർ ഡി ആണ് വരുന്നത്. ആൻസർ ഡി. If A and R are false. Answer D. If A and R are false. Answer D. If A and R are false. ടുവിന്റെ ആൻസർ ഡി. ഈ 3 assertion A, pendulum controlled clock slows down when taken from the plane to a mountain. Reason R, length of pendulum decreases as the air density on mountains is lesser than in plains. Answer C. Answer C. If A is true but R is false. Answer C. If A is true but R is false. ഇനി 4 assertion A, absolute zero temperature does not indicate the temperature of zero energy. Assertion A, absolute zero temperature does not indicate the temperature of zero energy. Reason are certain forms of energy such as potential energy are not represented by temperature. Answer A. If both A and R are true and R is the correct explanation of A. Answer A. If both A and R are true and R is the correct explanation of A. 5 assertion A, solids expand of heating due to asymmetry of their PE curve, potential energy curve. 5 assertion A, solids expand of heating due to asymmetry of their PE curve, potential energy curve. Reason are on increasing the temperature, the solid as a whole expands. Answer A. Answer A. If both A and R are true and R is the correct explanation of A. 6 assertion A, during volcanic eruptions, lava flows out with a speed despite being very thick. Reason are lava flow is mainly controlled by viscosity. Answer C. നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്യാണ് ഫോൺ കാരണം ക്യാമറ കാരണം നമുക്ക് ആൻസർ പറയാൻ കംഫർട്ടബിൾ ഇതാണ്. അതുകൊണ്ട് അതിൽ നേരത്തെ നമ്മൾ ആൻസർ പറയുമ്പോൾ ABCDE എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് കാണില്ല. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ദയവായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിങ്ങനെ പറയണമായിരിക്കും നല്ലത്. എന്തായാലും നമുക്ക് 5 കൂടി പറയാം. ഏതായാലും അതായിരിക്കും നല്ലത്. Assertion A, solids expand of heating due to asymmetry of their PE curve, potential energy curve. Reason are on increasing the temperature, the solid as a whole expands. Answer A. If both A and R are true and R is the correct explanation of A. Answer A. If both A and R are true and R is the correct explanation of A. 6 assertion A, during volcanic eruptions, lava flows out with a speed despite being very thick. Reason are lava flow is mainly controlled by viscosity. Answer C. Answer C. If A is true but R is false. If A is true but R is false. 7 assertion A,
If we put a tuning fork in a closed box, its sound increases. Reason are the fork sets the air inside the box into resonant vibrations of larger amplitude. Answer E. Answer E. E if A is false but R is true. E if A is false but R is true. Answer E. E if A is false but R is true. 8. Assertion A. Pendulum clocks will give an accurate reading when placed inside the space satellite. Reason are there is a weightlessness inside the space satellite. Answer A. Answer A. If both A and R are true and R is the correct explanation of A. Answer A. If both A and R are true and R is the correct explanation of A. 9. Assertion A. On moon the sound generate. Sorry. 9. Assertion A. On moon the sound generally heard is feeble. Reason are propagation of sound waves is very slow on moon. Answer D. D if A and R are false. 10. Assertion A. Electric potential of Earth is 0. Reason are there is no electric field on Earth's surface. Answer C. C. If A is true but R is false. 11. Assertion A. Coulomb is a very big unit of energy. Reason are Coulomb's law calls for point charges. Answer B. Answer B. Answer B. B if both A and R are true but R is not the correct explanation of A. 12. Assertion A. Silver is one of the most efficient conductor of electricity. Reason R. Silver is very light in weight. Answer C. Answer C. C if A is true but R is false. Answer C. C if A is true but R is false. 13. Assertion A. If a bulb has a thicker filament, its wattage will be lower. Reason are powerhouses supply electricity at a definite voltage. Answer E. Answer E. E if A is false but R is true. 14. Assertion A. Galvanometer can be used as an ammeter. Reason are to measure current we can use ammeters as well as galvanometers. Answer E. Answer E. E if A is false but R is true. 15. Assertion A. Electromagnets are generally made from soft iron. Reason are soft iron has a high magnetic saturation limit. Answer A. Answer A. If both A and R are true and R is the correct explanation of A. If both A and R are true and R is the correct explanation of A. 16. Assertion A. Sound waves are not electromagnetic waves. Reason are sound waves cannot propagate in vacuum. Answer A. A if both A and R are true and R is the correct explanation of A. 17. Assertion A. During afternoon in deserts, you may see an inverted image of tree, making you to believe that it is an image of tree in the water under the tree. Reason are during daytime successive upper layers of air are denser than
those below them. Answer A. If both A and R are true and R is the correct explanation of A. 18. Assertion A. A body moving in circular motion with a constant speed has constant acceleration. Reason R. A body moving in circular motion has constant kinetic energy. Answer E. E. If A is false but R is true. 19. Assertion A. Newton's third law can be derived from the law of conservation of momentum. Reason R. Law of conservation of momentum and Newton's third law are same. Answer C. C. If A is true but R is false. 20. Assertion A. A body can have energy without momentum. Reason R. Internal energy is present in a body. Answer A. A. If both A and R are true and R is the correct explanation of A. 21. Assertion A. You will spot longer handles fitted. 21. Assertion A. You will spot longer handles fitted on the water pumps. Reason R. Longer handles require smaller force. Answer A. A. If both A and R are true and R is the correct explanation of A. 22. Assertion A. A rotating body has an external torque applied on it. 22. Assertion A. A rotating body has an external torque applied on it. Reason R. Torque is also called the moment of force. Answer E. E. If A is false but R is true. 23. Assertion A. Earth is flat at poles. Reason R. It is due to the rotation of Earth about its equatorial axis. Answer C. If A is true but R is false. C. If A is true but R is false. 23. Assertion A. Earth is flat at poles. Reason R. It is due to the rotation of Earth about its equatorial axis. Answer C. C. If A is true but R is false. സോറി, നമ്മൾ മൈക്ക് ഓൺ ആക്കാൻ മറന്നുപോയി. സൗണ്ട് ഉണ്ടാവില്ല ചിലപ്പോൾ കുറച്ച് ഭാഗത്ത്. അപ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. വെരി സോറി. അപ്പോൾ നമ്മൾ 23 ഓഫായി പോയതാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ പറയാണ്. 22 മുതൽ നമ്മൾ പറയാണ്. Assertion A. A rotating body has an external torque applied on it. Reason R. Torque is also called the momentum of force. Answer E. Answer E. E. If A is false but R is true. 23. Assertion A. Earth is flat at poles. Reason R. It is due to the rotation of Earth about its equatorial axis. Answer C. C. If A is true but R is false. 24. Assertion A. Gravity and gravitation are one and the same thing. Reason R. Both represent force of attraction. Answer E. സോറി, നമ്മുടെ മൈക്ക് ശരിക്കും ഓഫായി പോയി. ഞാൻ ഓണാക്കാൻ മറന്നുപോയതല്ല, ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ സൗണ്ട് ഉണ്ടാവില്ല, ദയവേത് ക്ഷമിക്കുക. നമ്മൾ 24 തന്നെ വീണ്ടും പറയാണ്. ഇനി വീണ്ടും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് വീണ്ടും ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. കാരണം ലാസ്റ്റ് ഭാഗമായി 25 കൂടി ഉള്ളു. അതോടെ കഴിഞ്ഞ് എന്താ പറയുക ലെവൽ 4 അവസാനിക്കണം ജനറൽ സയൻസ് ഫിസിക്സിൽ.
24 ഞാൻ പറയാണ് ഒരിക്കൽ കൂടി. ദയവേത് ക്ഷമിക്കുക സൗണ്ട് ഇല്ലാത്തതിന്. കാരണം ഇത് എവിടെ വെച്ചാണ് ഓഫായി പോയെന്നുള്ള കാര്യവും ഒരു കൺഫ്യൂഷനാണെന്ന് തന്നെ പറയേണ്ടി വരും. 24 assertion A, gravity and gravitation are one and the same thing. Reason are both represent force of attraction. Answer E. E if A is false but R is true. E if A is false but R is true. Assertion A, airplanes with wings fly low altitudes while jets fly high. Reason are at low altitudes air is denser than at higher altitude. Answer A. A if both A and R are true and R is the correct explanation of A. A if both A and R are true and R is the correct explanation of A. 25 assertion A, aeroplanes with wings fly low altitudes while jets fly high. Reason are at low altitudes air is denser than at higher altitude. Answer A. A if both A and R are true and R is the correct explanation of A. 25 assertion A, aeroplanes with wings fly low altitudes while jets fly high. Reason are at low altitudes air is denser than at higher altitude. Answer A. A if both A and R are true and R is the correct explanation of A. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കണം. ഈ 24 എന്നുള്ള ക്വസ്റ്റ്യനിൽ ഈ റീസൺ എന്നുള്ളടത്ത് മാഞ്ഞു പോയേക്കുന്നതാണ് ആറെന്നാണ്. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും. എന്തായാലും നമ്മൾ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ സൗണ്ട് ഇല്ലാത്തൊരു പ്രശ്നം വന്നു ഈ ലാസ്റ്റ് ഭാഗത്ത്. ഞാൻ ആദ്യം വിചാരിച്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൈക്ക് ഓഫായി പോയി എന്നാണ് വിചാരിച്ചത്. ഓഫായി പോയെന്നല്ല, സോറി, നമ്മൾ ഓണാക്കാൻ മറന്നുപോയി എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് പിന്നെ ബാലൻസ് ഉള്ള ടൈം വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഒരു ചെറിയൊരു വീഡിയോ ആണത്. അതുകൊണ്ടാണ് മൈക്ക് ഓഫായി പോയത്. കാരണം ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ള ഒരു അവസ്ഥയേ ഉള്ളൂ മൈക്കിന്. കാരണം ചാർജ് ഏകദേശം തീരാറായ അവസ്ഥയിലേക്ക് ആയിരുന്നു. ഈ ടോപ്പിക്സ് എന്തായാലും എടുത്തേ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പം തന്നെ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ രാത്രി നമ്മൾ ചെയ്തേക്കണം എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ആൻസേഴ്സ് ആണ്. എന്നുവെച്ചാൽ ജനറൽ സയൻസ് ഫിസിക്സിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ലെവൽ 1, 2, 3, 4 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ ആൻസേഴ്സും. ഇതൊക്കെയാണ് ആൻസർ. ലെവൽ 3 ഇതൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യണത് മൊത്തം. അതോടെ നമ്മൾ ജനറൽ സയൻസ് ഫിസിക്സിലെ മൾട്ടിപ്പിൾ ചോയ്സ് അവസാനിക്കുകയാണ് ടോട്ടലി. ഇന്നൊരു ദിവസം നമ്മൾ 2 വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നത്. മൈക്ക് ഓഫായി പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പം ഈ 2 വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. ഫസ്റ്റ് തന്നെ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കണം എന്നുള്ളതുകൂടിയും പ്രത്യേകം പറയാണ്. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. പിന്നെ നമ്മൾ ഈ വീഡിയോ CCT എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് തന്നെ ക്വസ്റ്റ്യൻസും സോറി, നമ്മുടെ മൈക്ക് വീണ്ടും ഓഫായി പോയി, ദയവേത് ക്ഷമിക്കാം. അപ്പം നമ്മൾ പറയാൻ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ നമ്മുടെ എനിക്കറിയില്ല എന്തുമാത്രം സൗണ്ട് ഉണ്ടെന്നുള്ളത് ലാസ്റ്റ് ഭാഗത്ത്. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ലെവൽ 4 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ട്. അപ്പം ഈ ഭാഗത്തു നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് CSATക്ക് ചോദിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.
അതുതന്നെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണെങ്കിലും CSATക്ക് ഇത് എന്താ പറയുക ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.